നിർത്താൻ പോകണമെന്നല്ല, നിർത്തി. 7 വർഷമായിട്ടുള്ള എനിക്കൊന്ന് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഒരു ഗെയിം ഷോ ആദ്യമായിട്ടാണ് 7 വർഷം. അതിൻ്റെ ഡയറക്ടർ അനൂപ് ജോണാണ്. സ്റ്റാർ മാജിക്കിന് മുമ്പ് ഡമാർ പടാർ എന്ന് പറഞ്ഞ പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടത്. ഞാൻ സ്റ്റാർ മാജിക് ആയപ്പോഴാണ് വന്നത്. ഞാൻ 3.5 വർഷം സ്റ്റാർ മാജിക്കിലുണ്ടായതാണ്. 3 വർഷത്തെ ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്കൊരു ബ്രാൻഡായിരുന്നു സ്റ്റാർ മാജിക്. ഞാൻ സ്റ്റാർ മാജിക് വന്നതിന് ശേഷം സിനിമകളിൽ അഭിനയിക്കാൻ പോയിട്ടില്ല. ഇപ്പോൾ സിനിമ കാണാൻ വന്നതാണ്. സരിത തിയേറ്ററിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റാർ മാജിക് എന്ന എൻ്റെ ബ്രാൻഡിനെ വിറ്റിട്ടാണ് ഇത്ര നാൾ ജീവിച്ചത്. സ്റ്റാർ മാജിക്കിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയത്. എനിക്കൊന്ന് 8 രാജ്യങ്ങളിൽ ഞാൻ പോയി. എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ 10-20ഓളം പ്രോഗ്രാം സ്റ്റാർ മാജിക്കിൻ്റെ ഇത് എൻ്റെ ഇടയിൽ ഷൂട്ടിങ്ങും സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിങ്ങും. ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രായമുള്ള ആൾക്കാർ തുടങ്ങി ചെറിയ പിള്ളേർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു കൊച്ചു ഭാഷയുണ്ട്. ഞാൻ വിജയ് സാറിൻ്റെ തെരി എന്ന സിനിമയ്ക്ക് ശേഷമാണ് സ്റ്റാർ മാജിക്കിൽ വന്നത്. തെരി ചെയ്യുമ്പോഴും ഞാൻ ഒരുപാട് കോളേജുകളിലും ഉദ്ഘാടന പരിപാടിക്കൊക്കെ എന്നെ യൂത്താണ് അറിഞ്ഞു വെച്ചത്. സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷമാണ് ഫാമിലീസ് എന്നെ കൂടുതൽ അറിയുന്നത്. കേരളം മാത്രമല്ല, മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിൻ്റെ ഒരു ഇതിലാണ് 3.5 വർഷം അറിയപ്പെട്ടത്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമ്മളവിടെ ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക് ചെയ്യുന്നത്. നമ്മളൊരു ഫാമിലിയാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ബിഗ് ബോസൊക്കെ നമുക്ക് 100 ദിവസമൊക്കെ അല്ലേ. ഞാൻ സ്റ്റാർ മാജിക്ക് നമ്മളൊരു 7 വർഷക്കാലം അങ്ങനെ നിന്ന് ഒരു ക്യാരക്ടർ ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ആളാരാണെന്ന് എന്താണെന്ന് ടീമേന്ന് വിളിക്കുന്ന ബിനീഷ് ബാസ്റ്റിൻ എന്താണെന്ന് സ്റ്റാർ മാജിക്കിലൂടെ എല്ലാവർക്കും അറിയാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും എനിക്ക് തോന്നുന്ന ഒരു സിനിമയിൽ ഒരു 100 കോടി ബഡ്ജറ്റിൽ ഓടിയ അല്ലെങ്കിൽ 100 കോടി കിട്ടിയ ഒരു സിനിമ 100 ദിവസമൊക്കെ ഭയങ്കര ബഡ്ജറ്റിൽ ഓടിയപ്പോൾ സിനിമയിൽ ഒരു വലിയ ക്യാരക്ടർ കിട്ടിയാലും സ്റ്റാർ മാജിക്കിൽ കിട്ടിയ ആ ഫെയിം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഇത്രയും വർഷം 7 വർഷം എന്ന് പറഞ്ഞല്ലോ, ഇത്രയും വർഷത്തിന് ഒരുപാട് ക്രിറ്റിസിസം, ഒരുപാട് നഷ്ടങ്ങളും എല്ലാം ഈ സ്റ്റാർ മാജിക് ഫാമിലിക്ക് വന്നിട്ടുണ്ട്. നഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ, എല്ലാവർക്കും ലാഭമല്ലേ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ നമ്മുടെ അവിടുത്തെ ഓരോ ആൾക്കാർ ശ്രദ്ധിച്ചേട്ടന്റെ കാര്യം അങ്ങനത്തെ തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് ക്രിറ്റിസിസവും നേരിട്ടു. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ പിടിച്ചു നിന്നൊരു പ്രോഗ്രാമാണ്. എന്നാലും ജനങ്ങൾ ഏറ്റെടുത്ത പ്രോഗ്രാമാണ്. ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അഡിക്റ്റായിരുന്നു ജനങ്ങൾ ഈ ഒരു പ്രോഗ്രാം. മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിം ഷോ ആയതുകൊണ്ടാണ്. നമ്മളൊക്കെ എൻ്റെ അമ്മച്ചി പോരെ ഭയങ്കരമായിട്ട് ചിരിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരാണല്ല നമ്മൾ. 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ തൊഴിലാളികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രോഗ്രാം യൂട്യൂബിലാണെങ്കിൽ ടി വിയിലാണെങ്കിൽ കാണുന്നത്. അവരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് അഡ്വാൻസൊക്കെ വന്നിട്ട് ഒരു 9:30 ആകുമ്പോൾ ഈ ഒരു കോമഡി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിം കളിക്കേണ്ട ഇടയിലുള്ള കോമഡികളുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ കുട്ടികളെ പോലെ എല്ലാവരും ചിരിക്കും. അപ്പോൾ ഒരാളെ ചിരിപ്പിക്കാൻ കഴിയുന്നതും അതൊക്കെ ആൾക്കാർ ചിരിക്കുന്നു ചിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഭയങ്കര നമുക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ മറക്കും. അപ്പോൾ സ്റ്റാർ മാജിക് കാണുമ്പോൾ ആൾക്കാർ എന്നോട് വന്ന് പറയും, ഞങ്ങൾ അസുഖമായിട്ട് കിടക്കുന്ന വീട്ടിൽ ഇങ്ങനെ ആൾക്കാരുണ്ട്, സ്റ്റാർ മാജിക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, ഭയങ്കര ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രോഗ്രാം കാണുമ്പോൾ ഒരു എനർജി കിട്ടാറുണ്ടെന്ന്. ഒത്തിരി പേര് തന്നെയാണ് ഉദ്ഘാടനത്തിനും അതൊക്കെ പോകുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ അടുത്തിടെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ ഇന്നലെയും കൂടി കണ്ടേ, അതായത് നേരത്തെ ഉണ്ടായ എപ്പിസോഡുകളാണ്. അപ്പോൾ അങ്ങനെ പറയാൻ നേരത്ത് നമുക്ക് ഭയങ്കര ദുഃഖമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ പരിപാടി ഇല്ലല്ലോ. അപ്പോൾ സ്റ്റാർ മാജിക്കിൽ ആ പാട്ടുപാടി നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സീൻ നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് സ്റ്റാർ മാജിക് ഫ്ലവേഴ്സ്. നമ്മുടെ അനൂപ് ജോണാണ് എനിക്കതിൽ. ഞാൻ ചെന്നപ്പോൾ സാധാരണക്കാരനാണ്, ഞാൻ മിമിക്രിക്കാരനോ അങ്ങനെയൊന്നുമല്ല. എന്നെ സ്റ്റാർ മാജിക്കിൽ നിൽക്കാൻ കാരണം അനൂപ് ജോണാണ് നമ്മളെ എന്നും റെഡിയാക്കി എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നറിലെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ എങ്ങനെ സ്റ്റേജിൽ ബിഹേവ് ചെയ്യണം. ഇപ്പോൾ എവിടെ എത്ര വലിയ ക്രൗഡുള്ള സ്റ്റേജാണെങ്കിലും സ്റ്റാർ മാജിക്കിൽ നിന്ന് ഇത്രയും ഒരുപാട് ക്യാമറ ഉണ്ട്. ക്യാമറയുടെ മുമ്പിൽ നിന്ന് ആ ചെളുപ്പൊക്കെ മാറ്റി തന്നത് സ്റ്റാർ മാജിക്കിലെ ക്രൂവും അനൂപ് ജോണുമാണ്. അപ്പോൾ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രോഗ്രാം നിർത്തിയിട്ട് ശരിക്കും എൻ്റെ വീട്ടിൽ കയറാനെക്കാട്ടും സന്തോഷം നമ്മളുടെ സ്റ്റാർ മാജിക്കിൽ കയറി ലക്ഷ്മി നക്ഷത്രയും അനുവും നമ്മുടെ അതിലുള്ള മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഐശ്വര്യ ആണെങ്കിലും ശ്രീവിദ്യ ആണെങ്കിലും അടിമാലി ആണെങ്കിലും നമ്മുടെ ഉല്ലാസ് പന്തളം
നെൽസണ്ണൻ, നമ്മുടെ ഈ പറഞ്ഞ നോബിച്ചേട്ടൻ, അസീസ്ക, നമ്മളൊരുപാട് പേര് പേര് പറയാൻ മറന്നു പോയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ സ്റ്റാർ മാജിക് ഉള്ളപ്പോൾ ഒരു ധൈര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ഇപ്പോൾ 7 വർഷം ആകുമ്പോൾ നിർത്തിയതാ. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയുമ്പോൾ ഒരു മൂഡാണ്. ഇപ്പോൾ അവസാനത്തെ എപ്പിസോഡ് വരെയും ഭയങ്കര റേറ്റിങ്ങും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. പിന്നെ ഇതിന് കുറേ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ നെഗറ്റീവ്സ് ചെയ്താണ്ട് കഴിയും. പക്ഷേ ഒരു പ്രോഗ്രാം 7 വർഷം വരെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കണത് 7 വർഷത്തിൽ എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയിൽ എല്ലാ ദിവസവും ടെലികാസ്റ്റ് ചെയ്ത നമ്മുടെ കൊറോണയുടെ സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ ഫ്രീ ക്യാപ്സൂളായിരുന്നു സ്റ്റാർ മാജിക്. ഞാൻ അതിലൊരു ചെറിയൊരു അംഗം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കൂടി അടങ്ങുമ്പോഴാണ് സ്റ്റാർ മാജിക്കിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, അതിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ വരുമ്പോൾ അറിയുള്ളൂ സിനിമനെക്കാട്ടും വലിയ ക്രൂ ആണ്. അതിലാണെങ്കിൽ ആർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം അടക്കം ഓരോ സാധനങ്ങൾ ഡെയിലി ഉണ്ടാക്കണമല്ല. പിന്നെ എൻ്റെ ക്യാമറ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ടീം, അതിൻ്റെ മ്യൂസിക്, അതിൽ ചായ ഉണ്ടാക്കുന്ന ചേച്ചിമാർ, എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും ഡെയിലി. 7 വർഷമൊക്കെ ഒരേപോലെ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. നമ്മൾ ഒരു 6 മാസം തന്നെ ഒരു ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇതായിരിക്കുള്ളൂ. ഞാൻ 3.5 വർഷത്തെ ജേണി എൻ്റെ ലൈഫിൽ സ്റ്റാർ മാജിക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സിനിമകളിൽ അഭിനയിച്ചാൽ പോലും നമുക്ക് ഇത്രയും ഒരു നൊസ്റ്റാൾജിയ കിട്ടില്ല. ഭയങ്കര എനിക്കറിഞ്ഞൂടാ വെച്ചിട്ടുണ്ടെങ്കിൽ വരണമെന്ന ആഗ്രഹമുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ മാജിക് ഇത്രയും ചെയ്തല്ലോ. ഇനി അതുപോലത്തെ വേറൊരു പരിപാടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റാർ മാജിക് ചിലപ്പോൾ ഇനി സ്റ്റാർ മാജിക്കിനെ പോലെ വേറൊരു ഗെയിം ഷോ ഒക്കെ ആണെങ്കിൽ ഇതിനും കൂടി നല്ലതാണ്. ബിനീഷ് ബാസ്റ്റിൻ എന്താണെന്ന് എനിക്ക് അവിടെ ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാട്ട് പോലും പാടാത്തൊരു മനുഷ്യനായിരുന്നു എൻ്റെ ലൈഫിൽ. സ്റ്റാർ മാജിക്കിൽ ചെന്നതിന് ശേഷം ഉണ്ടാക്കി പാട്ടുകൾ പാടിയത്. എനിക്ക് 100ഓളം പാട്ടുകൾ പാടി. അതിനുശേഷം അവിടെ ഞാൻ പാട്ട് പാടുമ്പോൾ പൊളിയുമ്പോൾ മ്യൂസിക് ഇടുന്നതും പാട്ട് പാടുന്നതും വേറെ രീതിയിൽ പോകുമ്പോൾ ആൾക്കാർ ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് പേര് എൻ്റെ പാട്ട് ടി വിയിൽ നിന്ന് കാണുന്ന വീഡിയോ ആൾക്കാർ ചിരിക്കുന്നതും ഭക്ഷണം കഴിക്കുമ്പോൾ ചിരിക്കുന്നതും എല്ലാം എനിക്കിത് റിട്ടേൺ അയച്ചു തന്നപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. പിന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിന്നീട് ഞാൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ പാടാൻ തുടങ്ങി. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് എൻ്റെ പാട്ടുകൾ തന്നെ ഇപ്പോഴും ഞാൻ വേദികളിൽ ഉദ്ഘാടനത്തിന് പോകുമ്പോഴാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഷോക്കൊക്കെ വിളിക്കുമ്പോഴാണെങ്കിൽ എൻ്റെ പാട്ട് തന്നെ പറഞ്ഞു. 5-6 പാട്ടുകൾ 10-30ഓളം പാട്ടുകൾ ഞാൻ തന്നെ സ്റ്റാർ മാജിക്ക് പാടിയ പാട്ട് ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈഫ് ലോങ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അസറ്റാണ് സ്റ്റാർ മാജിക്കിലെ പാട്ടുകൾ. അത് ഭയങ്കര ഭാഗ്യമാണ്. സ്റ്റാർ മാജിക്ക് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം തന്നേക്കണം എൻ്റെ ലൈഫിൽ. കുറച്ച് ഏണിങ്സ് പൈസയൊക്കെ എനിക്ക് കുറച്ച് സമ്പാദിക്കാൻ പറ്റും. വീട് വെക്കുക. ഇപ്പോൾ ആ സ്റ്റാർ മാജിക്കിൽ നടന്ന ആ ഫെയിം കൊണ്ടാണ് ഞാനിപ്പോൾ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കുന്നത് സ്റ്റാർ മാജിക്ക്. ഇപ്പോൾ നേരത്തെ സ്റ്റാർ മാജിക്ക് മുമ്പ് തെരിയിൽ അഭിനയിച്ച ബിനീഷ് ബാസ്റ്റിൻ എന്നുള്ള രീതിയിൽ തെരി ഫെയിം എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കാൻ തുടങ്ങിയത്. ഒരിക്കലും സ്റ്റാർ മാജിക്കിലെ ഡയറക്ടറിനെയും ലക്ഷ്മി നക്ഷത്രനെയും ഫ്ലവേഴ്സ് ചാനലിനെയും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. അവർ തന്ന ഒരു ബ്രാൻഡ് അതാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അത് ഭയങ്കര മിസ് ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും മിസ് ചെയ്യുമല്ലോ. അത് ഭയങ്കര വലിയ ബ്രാൻഡാണ് വെച്ചിട്ട് മനുഷ്യനെ തിരിച്ചറിയുമെന്ന് പറയുന്നത്. മലയാളി എവിടെ ഉണ്ടെങ്കിലും ടീമേന്ന് വിളിക്കും എവിടെ ചെന്നാലും. അത് സ്റ്റാർ മാജിക്ക് തന്ന ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് ഞാൻ ഇനിയും കുറച്ചാളും കൂടി പോകാൻ പറ്റും. ഇനി അടുത്തത് സിനിമ തന്നെയാണ്. സ്റ്റാർ മാജിക്കിന് അതിന് മുമ്പ് സിനിമ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത്. സ്റ്റാർ മാജിക്ക് വന്നതിന് ശേഷം സിനിമ നിർത്തിയതാണ് ഞാൻ. പിന്നെ ചാൻസ് കിട്ടിയിട്ടും പോയില്ല. ബിസിയായി, ലൈഫിൽ ബിസി ആകുമ്പോഴാണ് നമ്മുടെ മനസ്സ് സന്തോഷം. സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ ബിസിയായി. ഇപ്പോഴും ഞാൻ ബിസിയാണ്. സ്റ്റാർ മാജിക്ക് നിർത്തിയതിന് ശേഷവും ആ ഒരു ഫാമിലി എന്നെ ഒരുപാട് പരിപാടി ഇപ്പോൾ ഗൾഫിലേക്കാണ് പോകുന്നത്. സ്റ്റാർ മാജിക്കിലെ ആളെന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നെ ഗൾഫിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നതും. ഇപ്പോൾ ഈ പറഞ്ഞ ക്രിസ്മസ് കിട്ടുന്ന പരിപാടികളെല്ലാം സ്റ്റാർ മാജിക്ക് തന്നെയാണ്. സ്റ്റാർ മാജിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബ്രാൻഡാണ്.